അപ്പോൾ ഒരു മണ്ഡലത്തിൽ ജയിക്കാനായിട്ട് അധികം വോട്ടൊന്നും വേണ്ട, ഒരു 55,000 56,000 വോട്ടുണ്ടെങ്കിൽ ജയിക്കാം. അപ്പോൾ 30,000 40,000 ഒക്കെ BJP പിടിക്കുന്നിടത്ത് അത്രയും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് അതുപോലെ അവിടെ നിൽക്കും എന്നുള്ളതാണ് അവരുടെ കണക്കൂട്ട്. ആ ഡീലിന്റെ ഭാഗമായിട്ട് പോകുന്നതാണോ അതോ നോർമലായിട്ട്? ഡീലിന്റെ ഭാഗമായിട്ടല്ല പോകുന്നത്. കാരണം അങ്ങനെ ഒരു ഡീല് ശരിക്കും നടന്നിട്ടില്ല കേരളത്തിൽ. ഇപ്പം നമ്മൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ആർക്ക് വേണേലും നേട്ടം ഉണ്ടാക്കാം എന്നുള്ളത് ഇതിനാണ് നിർണയം. എന്നാൽ 78 സീറ്റിൽ പിന്നെ കോൺഗ്രസിന് വളരെ അല്ലെങ്കിൽ UDF-ന് നിർണായകമായ ലീഡ് കിട്ടുന്നതാണ്. ഭരണവിരുദ്ധ വികാരം എന്നൊന്നും ഇല്ല. ഇല്ല, പിണറായി വിരുദ്ധ വികാരമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ ഈ മൊട വിരുദ്ധ വികാരം അത്രേ ഉള്ളൂ. അത് പക്ഷേ CPM തിരിച്ചറിഞ്ഞു. ഇതിൽ BJP നിർണായകമാണ്. ഈ 50 സീറ്റിൽ BJP-യുടെ വോട്ട് ഏറ്റവും കൂടുതൽ കോൺഗ്രസിൽ നിന്നാണോ പിടിക്കുന്നത്, ഏറ്റവും കൂടുതൽ CPM-ൽ നിന്നാണോ പിടിക്കുന്നത് എന്നുള്ളതായിരിക്കും ഈ 50 സീറ്റിൽ വരുന്നത്. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത്തവണത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം CPM നേരിടുന്നത് ഈ അണ്ടർ കട്ടുകൾ. അവരുടെ പാർട്ടിക്കകത്ത് തന്നെ നടക്കുന്ന, അതായത് ഇത്തവണ പാർട്ടി തോക്കണം എന്ന് വിചാരിക്കുന്ന കുറെ പേരുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നേ. 85-നപ്പുറം പോകുമെന്ന് ഞാൻ വിചാരിക്കും. UDF 85-നപ്പുറം പോകാൻ സാധ്യതയില്ല. കാരണം ഇത്തവണ ഈ 50 മണ്ഡലങ്ങളിലെ ശക്തമായ ത്രികോണ മത്സരം, അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. നമസ്കാരം. സംസ്ഥാനത്ത് ഇലക്ഷൻ കഴിഞ്ഞ് വിജയമാർക്കെന്ന് കണക്ക് കൂട്ടുന്ന തിരക്കിലാണ് മുന്നണികൾ. ഇരു മുന്നണികളും വലിയ അവകാശവാദങ്ങളുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ആദ്യം UDF 100 സീറ്റ് നേടുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരുന്നത്. LDF-ന് 90 സീറ്റ് വരെയാണ് കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി CPM-ന്റെ MV ഗോവിന്ദൻ പറഞ്ഞത്. സത്യത്തിൽ എന്താണ് ഈ പോളിംഗ് ശതമാനത്തിൽ എത്രത്തോളം വർധനവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്? അന്തിമ പോളിംഗ് ശതമാനം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ലഭ്യമായത് പ്രകാരം ഈ പോളിംഗ് നിരക്കിൽ എത്രത്തോളം വർധനവ് ഉണ്ടായിട്ടുണ്ട്? ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് കൂടുതൽ പോളിംഗ് നടന്നത്? ശക്തമായ ത്രികോണ മത്സരം നടന്ന 34 മണ്ഡലങ്ങളിൽ എത്രത്തോളം പോളിംഗ് ഉണ്ടായി? അതുപോലെ തന്നെ 62 മണ്ഡലങ്ങളിൽ പോളിംഗ് കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. ഇതെല്ലാം എങ്ങനെ ഈ ഫലപ്രഖ്യാപനത്തെ അല്ലെ ഈ ഫലത്തെ ബാധിക്കും എന്നതിനെക്കുറിച്ച് പറയുകയാണ് ശ്രീ MS വേണുഗോപാൽ, രാഷ്ട്രീയ നിരീക്ഷകൻ. ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം. അപ്പോൾ സാറ് പറയുന്നത് ഈ LDF 90 സീറ്റ് വരെ അവകാശവാദം ഉന്നയിച്ചു, UDF 100 സീറ്റും അവകാശവാദം ഉന്നയിച്ചു. സത്യത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എങ്ങനെ വരും? ഇതിനകത്ത് ഇപ്പം LDF-ന്റെ ഉള്ളിൽ തന്നെ അവർ പറയുന്നത് ഞങ്ങൾക്ക് 70-72 സീറ്റെങ്കിലും കിട്ടാതിരിക്കില്ല എന്നുള്ളതാണ്. ഈ 90 പറയുന്നത് നേരിയ എന്തെങ്കിലും കിട്ടുമെന്നാണ് പറയുന്നത്. അതിനവർ ഉദാഹരണമായിട്ട് കാണിക്കുന്നത് 62 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണത്തേക്കാൾ 2021-നേക്കാൾ വോട്ട് കുറഞ്ഞിട്ടുണ്ട്, പോൾ ചെയ്തതും കുറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം BJP 30,000 35,000 പിന്നെ 25,000 ഒക്കെ വോട്ട് വീതം പിടിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മണ്ഡലത്തിൽ ജയിക്കാനായിട്ട് അധികം വോട്ടൊന്നും വേണ്ട, ഒരു 55,000 56,000 വോട്ടുണ്ടെങ്കിൽ ജയിക്കാം. അപ്പോൾ 30,000 40,000 ഒക്കെ BJP പിടിക്കുന്നിടത്ത് അത്രയും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് അതുപോലെ അവിടെ നിൽക്കും എന്നുള്ളതാണ് അവരുടെ കണക്കൂട്ട്. അതൊരു പഴയ സിദ്ധാന്തത്തിലാണ് അവർ പറയുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല എന്നുള്ളതാണ് നമ്മൾ പല ഇലക്ഷനിലും കാണുന്ന ഒരു ട്രെൻഡ്. അതായത് മാർക്സിസ്റ്റുകാരുടെ വോട്ടും BJP-യിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് എത്രത്തോളം വിജയകരമാകും എന്നുള്ളത് നമുക്ക് ഫലം വന്നാലേ പറയാൻ പറ്റുള്ളൂ. ഇതിനകത്ത് മാർക്സിസ്റ്റുകാർ വോട്ട് BJP-യിലേക്ക് പോകുന്നെന്ന് പറഞ്ഞല്ലോ, ഈ ഒരു ഡീല് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇതിനിടയ്ക്ക്. അതെ. അതായത് CPM BJP ഡീല് പറഞ്ഞിട്ടുണ്ട്. അതെ. ആ ഡീലിന്റെ ഭാഗമായിട്ട് പോകുന്നതാണോ അതോ നോർമലായിട്ട്? ഡീലിന്റെ ഭാഗമായിട്ടല്ല പോകുന്നത്. കാരണം അങ്ങനെ ഒരു ഡീല് ശരിക്കും നടന്നിട്ടില്ല കേരളത്തിൽ. കാരണം അങ്ങനെ ഒരു ഡീൽ നടത്താൻ പോയാൽ കൂടുതൽ ദോഷം മാർക്സിസ്റ്റ് പാർട്ടിക്കും LDF-നും വരുമെന്ന് അവർക്ക് ഒരു ധാരണയുണ്ട്. ഉദ്ദേശിച്ചത് സ്ഥാനാർത്ഥികളെ നിർത്തി സഹായിച്ചു കൊടുത്തു എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അത് ചില 2-3 സ്ഥലങ്ങളിൽ അവർ UDF ജയിക്കാതിരിക്കാനായിട്ട്, ഇപ്പോൾ പാലക്കാട് എന്തായാലും ഞങ്ങൾ ജയിക്കില്ല, എന്നാൽ പിന്നെ UDF അവിടെ ജയിച്ചു വരണ്ട, അതിന് പകരം ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ തന്നെ ഇട്ട് ശ്രീ റസാക്കിനെ ഇട്ടിട്ട് ആ വോട്ട് കുറച്ചൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ നോക്കുക. ആ ഒരു തന്ത്രങ്ങൾ പോലെ ചിലതൊക്കെ നടത്തിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഒരു ധാരണയായിട്ട് ഒരു പരിപാടി നടന്നതായിട്ട്, പിന്നെ ചെങ്ങന്നൂർ വേണമെങ്കിൽ 2020-ക്ക് പിന്നെ കൊടുത്തതായിട്ടും ഒക്കെയുള്ള, ചെങ്ങന്നൂർ 2020 അല്ല, ചെങ്ങന്നൂരിന്റെ സ്ഥാനാർത്ഥി ഗോപകുമാർ എന്ന സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പകരം രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയിട്ട് സന്ദീപ് വാചസ്പതിയെ വിട്ടു. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് പറയാമെന്നുള്ളതല്ലാതെ അത് വലുതായിട്ട് ബാധിക്കുന്ന ലക്ഷണമില്ല. ഇപ്പൊ നമ്മളിപ്പം ഞാൻ നോക്കിയത്, നമ്മളിപ്പോൾ പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ മുസ്ലിം മേഖലകളിൽ ഉള്ള വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ അവിടെയൊക്കെ കനത്ത പോളിംഗാണ്.
അവിടെയാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് അവിടെ ഏറ്റവും കൂടുതൽ പോളിംഗ്. അതാണ് ഈ മൊത്തത്തിലുള്ള പോളിംഗിൽ വർധനവും ഉണ്ടായിരിക്കുന്നത്. അതായത് വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങൾ, അതായത് മലപ്പുറം ആയാലും വയനാടായാലും കോഴിക്കോടിന്റെ പ്രധാന മലപ്പുറത്തോട് ചേർന്ന ഭാഗങ്ങൾ, കാസർഗോഡ്, കണ്ണൂരിലെ അഴീക്കോട് പോലുള്ള പ്രദേശങ്ങൾ, പാലക്കാട് മണ്ണാർക്കാട് പോലുള്ള ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ, മലപ്പുറത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ, ഇവിടെയെല്ലാം വോട്ടിങ്ങിൽ വലിയ പെർസെന്റേജ് വർദ്ധിച്ചിട്ടുണ്ട്, നല്ലപോലെ കൂടിയിട്ടുണ്ട്. എത്ര ശതമാനം വരെ കൂടിയിട്ടുണ്ടോ? എത്ര ശതമാനം വരെ കൂടി? അതിലാണ് ഈ 82% വന്നിരിക്കുന്ന കൂടുതൽ വർധനവ് അതിലേക്കാണ്. 82-83% വരെ വർധനവ് വന്നിരിക്കുന്ന സ്ഥലങ്ങൾ അവിടേക്കാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഇടുക്കിയിലെ ചില മണ്ഡലങ്ങൾ, അതുപോലെ തന്നെ കോട്ടയത്തെയും പത്തനംതിട്ടയിലെയും ചില മണ്ഡലങ്ങളിലൊക്കെ വ്യത്യാസം കാണാം. പക്ഷെ എന്നാലും ഈ അവിടെ നോർത്തിൽ വന്ന അത്രയും ശക്തമായിട്ട് പോളിംഗ് ഇവിടെ വന്നിട്ടില്ല. കേരളത്തിലും ഇല്ല, തെക്കൻ കേരളത്തിലും ഇല്ല. അത് നമ്മൾ കാണിക്കുന്നത്, ഞാൻ ഒരു 62 മണ്ഡലങ്ങളുടെ കണക്ക് നോക്കി. ഞാനൊന്ന് പെട്ടെന്ന് പറയാം. നെയ്യാറ്റിൻകര തിരുവനന്തപുരത്തിന്റെ തെക്കേ അറ്റത്തെ മണ്ഡലമാണല്ലോ. ഇവിടെ 1,87,000 വോട്ടാണ് 21-ലുണ്ടായിരുന്നത്. 26 ആയപ്പോൾ 1,67,000 ആയി. അത് SIR പ്രകാരം. അപ്പൊ 20,000 വോട്ട് അവിടെ തന്നെ അങ്ങനെ കുറഞ്ഞു. പിന്നെ 2,500 വോട്ട് കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ് ഇത്തവണ പോൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഏകദേശം 22,500 വോട്ടിന്റെ വ്യത്യാസം അവിടെ തന്നെ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് അവിടെ ഉണ്ട്. കോവളത്ത് വന്നപ്പോൾ കോവളത്ത് 18,000 വോട്ടിന്റെ കുറവുണ്ട് SIR പ്രകാരം. എന്നിട്ട് 8,800 വോട്ട് കുറവാണ് വീണ്ടും പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതാണ്ട് 26,800 വോട്ടിന്റെ വ്യത്യാസം അവിടെയും കാണുന്നുണ്ട്. കാട്ടാക്കട 19,000 വോട്ട് കുറവാണ് SIR പ്രകാരം. 3,000 വോട്ട് കുറവാണ് പോളിംഗ് ചെയ്തിരിക്കുന്നത്. പാറശാല 25,000 വോട്ടിന്റെ കുറവ് SIR പ്രകാരം. 12,000 വോട്ട് കുറവാണ് ഇത്തവണ 21-നെ അപേക്ഷിച്ച് പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് 25-37,000 വോട്ടിന്റെ വ്യത്യാസം അവിടെ നമുക്ക് ഫലത്തിൽ കാണാം. ഈ പെർസെൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ, കാരണം പെർസെൻറ്റേജ് നോക്കുന്നത് ഇപ്പോഴത്തെ വോട്ട് എത്ര, അതിൽ എത്ര പോൾ ചെയ്തു നോക്കി മാത്രമാണല്ലോ. പഴയതിന്റെ ഡിഫറൻസ് പലപ്പോഴും പറയുന്നില്ല, നോക്കാറുമില്ല. ഇപ്പൊ അരുവിക്കര 12,000 വോട്ടാണ് അതിൽ കുറവ് വന്നിരിക്കുന്നത്. അതിൽ 2,000 വോട്ട് പോൾ ചെയ്തതിൽ കുറവ് വന്നിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നിയമം എടുത്തു കഴിഞ്ഞാൽ 33,000 വോട്ട് കുറവ് വന്നിട്ടുണ്ട് SIR പ്രകാരം. ഏറ്റവും കൂടുതൽ കുറവ് വന്നത് എനിക്ക് തോന്നുന്നു മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ നിയമം. അവിടെ 8,000 വോട്ട് ഇത്തവണ കുറവാണ് കഴിഞ്ഞ തവണത്തേക്കാൾ. അപ്പോൾ അവിടെ തന്നെ വരുന്ന 41,000 വോട്ടിന്റെ വ്യത്യാസം അവിടെ തന്നെ വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ മണ്ഡലങ്ങൾ നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, അപ്പം അത്തരത്തിൽ വന്ന മണ്ഡലങ്ങൾ അധികവും പിന്നെ ത്രികോണ മത്സരം വരുന്ന മണ്ഡലങ്ങൾ. ആ ത്രികോണ മത്സര മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഈ 62 മണ്ഡലങ്ങൾ ആദ്യം ഞാനൊന്ന് പറയാം. നെയ്യാറ്റിൻകര, കോവളം, കാട്ടാക്കട, പാറശാല, അരുവിക്കര, നേമം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, വാമനാപുരം, ചിറയൻകീഴ്, ആറ്റിങ്ങൽ, ചാത്തന്നൂർ, കൊല്ലം, ചടയമംഗലം, പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, കുന്നത്തൂർ, ചവറ, കരുനാഗപ്പള്ളി, അടൂർ, കോന്നി, ആറന്മുള, റാന്നി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, കായംകുളം, ഹരിപ്പാട്, കുട്ടനാട്, ആലപ്പുഴ, ചേർത്തല, അരൂർ, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, പുതുപ്പള്ളി, കോട്ടയം, ഏറ്റുമാനൂർ, വൈക്കം, കടത്തുരുത്തി, പാല, പീരുമേട്, ഇടുക്കി, കുടുംബൻചോല, ദേവികുളം. അതാണ് 3 ഒരു വ്യത്യാസമായിട്ട് വരുന്നത്. പിന്നെ പിറവം, എറണാകുളം, വൈപ്പിൻ, അങ്കമാലി, പിന്നെ കൊടുങ്ങല്ലൂർ, ചാലക്കുടി, പുതുക്കാട്, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ, ഒല്ലൂർ, കുന്നംകുളം, ആലത്തൂർ, നെന്മാറ, ചിറ്റൂർ, തരൂർ. ഇത് കഴിഞ്ഞ് നോർത്തിലെ 2 മണ്ഡലങ്ങൾ, ഒന്ന് കുറ്റ്യാടി, എറണാകുളത്തെ കോഴിക്കോട് കുറ്റ്യാടിയും, ഇരിക്കൂറ്, കണ്ണൂരിലെ ഇരിക്കൂറും മാത്രമാണ് ഈ വോട്ടിൽ വ്യത്യാസം വരുന്നത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വ്യത്യാസം വരുന്നത്. അതും 4,000 വോട്ടിന്റെ പോളിംഗ് കുറവേ ഉള്ളൂ. ഇവിടെ കൂടുതൽ വോട്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് 1,50,000 കൂടി വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിൽ നോക്കുമ്പോൾ ഈ 62 മണ്ഡലങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 6,000, 8,000, 10,000, 20,000 ഒക്കെ വോട്ടിന്റെ കുറവ് SIRൽ തന്നെ വരുന്നു. എന്നിട്ട് പോൾ ചെയ്തത് നോക്കുമ്പോൾ, വേണമെങ്കിൽ വേറൊരു ഉദാഹരണം നമുക്ക് പെട്ടെന്നെടുത്ത് നമുക്ക് നോക്കാവുന്നത്, നമുക്ക് ശ്രദ്ധേയമായൊരു മണ്ഡലമാണല്ലോ ഹരിപ്പാട്. ഹരിപ്പാട് 13,000 വോട്ടിന്റെ കുറവുണ്ട് SIR പ്രകാരം കുറവുണ്ട്. 9,000 വോട്ട് കുറവാണ് പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ ആ വിധത്തിൽ തന്നെ ഒരു 10-25,000 വോട്ടിന്റെ വ്യത്യാസം, 22,000 വോട്ടിന്റെ വ്യത്യാസം നമുക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ പല പ്രധാനപ്പെട്ട മണ്ഡലങ്ങളും, കൊട്ടാരക്കര 8,000 വോട്ടിന്റെ കുറവുണ്ട്, 4,000 വോട്ട് കുറവാണ് പോൾ ചെയ്തിരിക്കുന്നത്. SIR പ്രകാരം 8,000 വോട്ടിന്റെ കുറവ്, 4,000 വോട്ട് കുറവാണ് പോൾ ചെയ്തിരിക്കുന്നത്. പത്തനാപുരത്ത് 6,000 വോട്ട് ഇത്തവണ കുറവുണ്ട്, 2,000 വോട്ട് കുറവാണ് പോൾ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ വളരെ പ്രതികൂലമായിട്ട് ആരെ ബാധിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഇത് CPMന്റെ കണക്ക് പ്രകാരം ത്രികോണ മത്സരം നടന്ന പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ, ഇവിടെയെല്ലാം ഞങ്ങൾക്ക് വിജയം വരും എന്നുള്ളൊരു പഴയ തിയറി വെച്ചിട്ടാണ്. അതായത്
കോൺഗ്രസിൻ്റെ വോട്ടായിരിക്കും ബി ജെ പിക്ക് പോകുന്നത്. അപ്പോൾ ഹിന്ദു വോട്ടുകൾ കൂടുതൽ അവിടുന്ന് പോവുകയും ഞങ്ങളുടെ സ്ഥിരം വോട്ടുകൾ അവിടെ നിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വിജയം ഞങ്ങൾക്ക് എളുപ്പമാണെന്നുള്ളതാണ്. ഇപ്പം നെയ്യാറ്റിൻകര തന്നെ 20,000, 2,500, 22,500 വോട്ട് പോവുകയാണ്. അങ്ങനെ വ്യത്യാസം തന്നെ വന്നിരിക്കുകയാണ്. ആ വ്യത്യാസം വരുമ്പോൾ തന്നെ പിന്നെ ബി ജെ പിക്ക് അവിടെ 27,000 വോട്ടുണ്ട്. പണ്ടേ നെയ്യാറ്റിൻകര അടിസ്ഥാന വോട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് ഇത്തവണ 35,000, 40,000 ഒക്കെ ആകാനും സാധ്യതയുണ്ടെന്നാണ്. നല്ല കോമ്പറ്റീഷൻ നടന്നിരിക്കുന്നത്. അവിടെ വെറും 56,000 വോട്ട് മതി 1,67,000 വരുമ്പോഴേ 3 പേര് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 56,000 വോട്ടിന് അടുപ്പിച്ച് പിടിക്കുന്ന ആളിന് ജയിക്കാൻ പറ്റും. അപ്പോൾ അവിടെ ഈ ഒരു 35,000, 40,000 ബി ജെ പി പിടിച്ചാൽ അത് മുഴുവൻ കോൺഗ്രസിൽ നിന്നാണ് പോകുന്നതെങ്കിൽ എന്നുള്ള കണക്കിലാണ് ആ സീറ്റ് ഞങ്ങൾക്ക് ഉറപ്പാണ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് നെയ്യാറ്റിൻകര, കോവളം, കാട്ടാക്കട, പാറശാല, നേമം, തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, വാമനാപുരം, ചിറയൻകീഴ്, ആറ്റിങ്ങൽ, കൊല്ലം, ചാത്തന്നൂർ, കരുനാഗപ്പള്ളി, അടൂർ, കോന്നി, ആറന്മുള, റാന്നി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര, ഹരിപ്പാട്, കുട്ടനാട്, അരൂർ, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി, കോട്ടയത്തൊക്കെ 22,000 വോട്ടുണ്ട് ബേസിക് വോട്ട് ബി ജെ പിക്ക്. മനസ്സിലായില്ലേ? 16,000 വോട്ടിന്റെ കുറവും ഇത്തവണ SIR വന്നിട്ടുണ്ട്. 10,000 വോട്ട് കുറവാണ് പോൾ ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ വളരെ നിർണായകമാണ് ഈ ബി ജെ പിയുടെ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ എങ്ങനെ നിൽക്കുന്നു, എത്ര പിടിക്കുന്നു എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു തിയറിയാണ് ഇപ്പൊ ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഞാൻ ബാക്കിയൂടെ പറഞ്ഞേക്കാം. വൈക്കം, പാല ഇനി കുറച്ചേ ഉള്ളൂ. ദേവികുളം, ചാലക്കുടി, പുതുക്കാട്, ഇരിങ്ങാലക്കുട, തൃശ്ശൂർ, ഇങ്ങനെ 34 മണ്ഡലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഈ 34ഓളം മണ്ഡലങ്ങൾ ത്രികോണ മത്സരം നടക്കുകയാണ്. ഈ ത്രികോണ മത്സരം നടക്കുന്നത് വോട്ട് എങ്ങനെ പോകും? ഇനി ഇത് 62 സീറ്റിലാണ്. ഇനി 78 പെടുന്ന കുറച്ചുണ്ട്. കാസർഗോഡ്, മഞ്ചേശ്വരം, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, ബേപ്പൂർ, ഒറ്റപ്പാലം, മലമ്പുഴ, പാലക്കാട്, ഗുരുവായൂർ, മണലൂർ, വടക്കാഞ്ചേരി, തൃപ്പൂണിത്തറ, തൃക്കാക്കര, കുന്നത്തുനാട്, ഞാൻ പറഞ്ഞു പൂഞ്ഞാറ്. ഇത്രയും മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ വീണ്ടും ഒരു 16 മണ്ഡലങ്ങൾ വരികയാണ്. ഇപ്പം 34, 16, 50 സ്ഥലങ്ങളിൽ ത്രികോണ മത്സരം ബി ജെ പി നല്ല ശക്തമായ ത്രികോണ മത്സരം നടത്തുന്നതാണ്. 50 സ്ഥലങ്ങളിലുണ്ട്. അതിൽ തന്നെ ഞാൻ ഷൊർണൂർ എന്നും പറഞ്ഞില്ല, ശങ്കുട്ടിദാസൊക്കെ മത്സരം ഷൊർണൂറിൽ നല്ല 60-ൽ 34, 78 മറ്റ് സീറ്റുകളുണ്ട്. അതിൽ ഒരു 16 സീറ്റുകളും ബി ജെ പി ത്രികോണ മത്സരം നടക്കുന്നത്. അങ്ങനെ മൊത്തം ഒരു 50 സീറ്റിൽ വരും ത്രികോണ മത്സരം നടക്കുന്നത്. അപ്പൊ ഇതിനകത്ത് സാർ കണക്കാക്കിയത് പ്രകാരം ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ തിയറികളുണ്ടല്ലോ, CPM കൊണ്ട തിയറി പ്രകാരം അത് CPM-ന്റെ നേട്ടം ഇപ്പം നമ്മൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ആർക്ക് വേണേലും നേട്ടം ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇതിലാണ് നിർണായകം. എന്നാൽ 78 സീറ്റിൽ പിന്നെ കോൺഗ്രസിന് വളരെ, അല്ലെങ്കിൽ UDF-ന് നിർണായകമായ ലീഡ് കിട്ടുന്നതാണ്. അതിലൊരു 8-9 സീറ്റുകളെ അവർക്ക് കുറയാൻ വ്യത്യാസം വരും. ഇതിന്ന് കുറെ കൂടെ ഈ 62-ൽ നിന്നും കൂടെ പോയി കഴിഞ്ഞാൽ അവർക്ക് 80-85 വരെ പിടിക്കാൻ സാധ്യത വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കണക്കൊന്നും ശരിയല്ല, CPM-ന് എത്തിക്കാൻ കഴിയില്ല. 50 സീറ്റിനപ്പുറം കടക്കുന്നത് തന്നെ പ്രയാസമാണ്. അതിന് ഞങ്ങള് ഗ്രൗണ്ട് വർക്ക് പോയ ആളാണ്, സർവേക്ക് പോയാലാണ്. അതെ. ഭരണവിരുദ്ധ വികാരം എന്നൊന്നും ഇല്ല. അതെ. ഇല്ല, പിണറായി വിരുദ്ധ വികാരമാണ് ഉണ്ടായിരിക്കും. അതായത് ഈ തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞാൽ ഈ വിരുദ്ധ വികാരം അത്രേ ഉള്ളൂ. അത് പക്ഷേ CPM തിരിച്ചറിഞ്ഞു. അതുകൂടി വെച്ചായിരിക്കും അവരിത് കണക്കാക്കിയിട്ടുള്ളത്. അല്ല, അതും കൂടെ വെച്ചിട്ട് അവർ പറയുന്നത് ഞങ്ങൾക്ക് സ്ഥിര വോട്ടുണ്ടല്ലോ ഓരോ മണ്ഡലത്തിലും. ഇപ്പൊ പിന്നെ ഞാനതാ പറഞ്ഞ ഒരു സ്റ്റോക്ക് വോട്ട് 55,000 വോട്ടുള്ളിടത്ത് 56,000 വോട്ടിന് ഒരു കക്ഷിക്ക് ജയിക്കാവുന്ന സ്ഥലത്ത് 30,000, 40,000 ബി ജെ പി പിടിക്കുന്നതാണ് ഈ 50 സീറ്റ്. അപ്പോൾ ബി ജെ പിയുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? ബി ജെ പിക്ക് ഇതിൽ ഒരു 5 മുതൽ 8 വരെ സീറ്റുകൾ പ്രതീക്ഷിക്കാം. അതായത് 50 സീറ്റുകളിൽ അവർ ത്രികോണ മത്സരം നടക്കുകയാണ്. അവിടെ 1-2 സ്ഥാനങ്ങളിൽ എത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല മണ്ഡലങ്ങളിലും വലിയ ശക്തമായ മത്സരം നടക്കുന്നു. എങ്കിൽ പോലും ഒരു നമുക്ക് ഉറപ്പായി പറയാവുന്ന, ഞാനൊരു കണക്കുകൾ പുത്തത്തിൽ നോക്കിയപ്പോൾ ഒരു 5 മുതൽ 8 വരെ സീറ്റുകൾ തെക്കൻ ജില്ലകളിലായിരിക്കും. തെക്കൻ മാത്രമല്ല സെൻട്രൽ ഏരിയയിലേക്കും വരുന്ന മഞ്ചേശ്വരം, പാലക്കാട്, അതുപോലെ തന്നെ മലമ്പുഴ, ഇതൊക്കെ അത്തരത്തിൽ സാധ്യതയുള്ള സ്ഥലം. അതെ, ഈ സുരേന്ദ്രൻ മത്സരിക്കുന്ന മഞ്ചേശ്വരത്തിനകത്ത് അവിടെ CPM സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ട്. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും CPM സ്പ്ലിറ്റ് ഉണ്ടാകുമ്പോൾ അവരൊരു ഹൈന്ദവ സ്ഥാനാർത്ഥിയാണ്. മഞ്ചേശ്വരത്തിൽ ഇത്തവണ സുരേന്ദ്രൻ വിജയിക്കുമെന്നുള്ളതാണ് പൊതുവേ ഉള്ളത്. അതെ, അതാണ് സുരേന്ദ്രൻ ക്യാമ്പിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് ആണ്. CPM സ്പ്ലിറ്റ് ഉണ്ടാക്കുന്നതിൽ അവിടെ BJP വിജയിച്ചു.
വിജയിച്ചു എന്ന് മാത്രമല്ല വലിയൊരു വിഭാഗം വോട്ട്. പിന്നെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറിന്റെ ഒരു മൗന സമ്മതവും ഉണ്ടെന്നുള്ളത് കേൾക്കുന്നുണ്ട്. അങ്ങനെയുണ്ട്. അത് എങ്ങനെ അത് വന്നു ഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്തായാലും ആ ഒരു മുസ്ലിം വോട്ടുകളിൽ ചിലത് പോലും കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് സുരേന്ദ്രൻ അനുകൂലമായിട്ട് വന്നേക്കാം. അതുകൊണ്ട് സുരേന്ദ്രൻ ജയിക്കുമെന്ന് ഉറപ്പായിട്ട് പറയുന്നവരുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു സുഹൃത്ത് 4 വോട്ടാണ് അവർ, കടുത്ത കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരാണ്, അനുഭാവികൾ, കടുത്ത പ്രവർത്തകർ. അതിൽ 1 വോട്ട് BJPക്ക് പോയി, ബാക്കി 3 വോട്ട് കോൺഗ്രസിനാണ്. ഇതുപോലെ പലയിടത്തും ഉണ്ട്. ഇപ്പൊ അമ്പലപ്പുഴ BJPയുടെ പല വോട്ടുകളും G സുധാകരൻ പിടിച്ചിട്ടുണ്ട്. ഇത് വ്യക്തമായൊരു പിന്നെ ഇതുള്ള ഒരു താഴെ നിന്നുള്ളൊരു അറിയിപ്പുള്ളത് കൊണ്ടാണ് അമ്പലപ്പുഴ അവർ ഉപേക്ഷിച്ചിട്ട് വേറെ പറയുന്നത്. സാർ ശ്രദ്ധിച്ചോ, ഇപ്പൊ ഇവര് 90 MP 90 പറയുന്നുണ്ടെങ്കിലും ഇവർ ഈ ഏരിയ തിരിച്ച് പിന്നെ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവര് പല മണ്ഡലങ്ങളും പോകുന്നതാണ്. ഈ പിന്നെ എവിടെ നിന്നാണ് ഇവർക്ക് 90 വരില്ല? അതാണ് ഞാൻ പറഞ്ഞത്, 50 45 കറക്റ്റ്. ഇനി ഈ പറഞ്ഞ ത്രികോണം മത്സരമൊക്കെ വന്ന് അവരുടെ വോട്ട് വളരെ കട്ടയായിട്ട് അവിടെ നിന്നെങ്കിൽ കിട്ടാവുന്ന ഒരു 5 സീറ്റും കൂടെ കൂട്ടിയാൽ ഒരു 50 സീറ്റിന് അടുപ്പിച്ച് കിട്ടുമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഏതൊക്കെ മണ്ഡലങ്ങളായിരിക്കും LDFന് ജയസാധ്യതയുള്ള ഒരു മണ്ഡലങ്ങൾ? അതിൽ ഈ 50-ൽ നമുക്ക് കാരണം ഇത് നമുക്ക് പിന്നെ പറയാൻ പറ്റില്ല അങ്ങനെ. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നേമത്ത് അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ വട്ടിയൂർക്കാവിൽ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. തിരുവനന്തപുരം പിന്നെ സാധാരണയിൽ CP ജോൺ ജയിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ പറയുന്നത് തിരുവനന്തപുരത്ത്. പക്ഷെ അവിടെ 45,000 വോട്ട് കുറഞ്ഞിട്ടുണ്ട്. 9,500 വോട്ട് ഇത്തവണ പോൾ ചെയ്തിട്ടില്ല. അതായത് 21-ലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ 9,500 വോട്ട് കുറവാണ്. ഈ വ്യത്യാസങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇവിടെ 1,58,000 വോട്ടാണ് ആകെ ഉള്ളത്. ഈ 1,58,000 വോട്ടിൽ ഒരു 1,50,000 പോൾ ചെയ്ത് കണക്കാക്കിയാൽ തന്നെ ഒരു 50,000 വോട്ട് മതി. അപ്പം 36,000 വോട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ അവിടെ BJPക്ക് ഉണ്ട്. ഈ ഒരു ശക്തമായിട്ടുള്ള ഒരു വികാരം ശരിക്കും പ്രതിഫലിച്ചിരിക്കുന്നത് വടക്കൻ ജില്ലകളിലേക്ക്. അവിടെ അതാണ് ഞാൻ പറഞ്ഞ 78 മണ്ഡലങ്ങൾ. അത് ഞാൻ പറഞ്ഞില്ലേ, ആകെ എൻ്റെ കണക്ക് പ്രകാരം ഈ കുറവ് വന്നിരിക്കുന്നതിൽ ആകെ 2 ഇരിക്കൂറും കുറ്റ്യാടിയും മാത്രമേ ഉള്ളൂ അവിടെ നമുക്ക് ഈ ഒരു വ്യത്യാസം പറയാനുള്ളത്. 4,000 വോട്ടിന്റെ കുറവ് 30,000. കുറ്റ്യാടിയിൽ 30,000 വോട്ടിന്റെ വ്യത്യാസം. UDFന്റെ കോട്ടയാണ്. അവിടെയൊന്നും നമുക്ക് വേറെ വ്യത്യാസമൊന്നും പറയാനില്ല. കുറ്റ്യാടിയിലും പിന്നെ വലിയ വ്യത്യാസമൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ BJPക്ക് ഒരു 12,000 വോട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഈ 2 മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കി ഈ 62-ൽ 60-ഉം ത്രികോണ മത്സരത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ആർക്കും ജയിക്കാം. പക്ഷേ 78 ഉറപ്പായിട്ട് UDF 78 നമ്മൾ ഒരു 70 പ്രതീക്ഷിക്കുക, അല്ലെങ്കിൽ 68 പ്രതീക്ഷിക്കും. 68 വെച്ചാൽ പോലും ഈ 62-ൽ ബാക്കി പിന്നെയും കിടക്കാം. ബാക്കി എങ്ങനെ പോലും ഒരു 10-20 കൂടെ വന്നാലും ഒരു 80-85 പോകാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിൽ BJP നിർണായകമാണ്. ഈ 50 സീറ്റിൽ BJPയുടെ വോട്ട് ഏറ്റവും കൂടുതൽ കോൺഗ്രസിൽ നിന്നാണോ പിടിക്കുന്നത്, ഏറ്റവും കൂടുതൽ CPM-ൽ നിന്നാണോ പിടിക്കുന്നത് എന്നുള്ളതായിരിക്കും ഈ 50 സീറ്റിൽ വരുന്നത്. അവിടെ ഒരു പ്രശ്നമുണ്ട്. അടിസ്ഥാന BJP വോട്ടുകളിൽ ഉള്ള ചില ആൾക്കാർ നമ്മൾ ഡയറക്റ്റ് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ ജയിക്കാതെ വരുമ്പോൾ അവരെന്താ ചെയ്യുക, അവരും ഈ ഡീല് ചിന്തിക്കുന്നു. ഈ പറഞ്ഞ ഡീൽ, അതിന് ഡീൽ എന്ന് പറഞ്ഞാൽ ഇത് പരസ്യമായിട്ട് ഇറങ്ങി വോട്ട് മറിക്കുകയല്ലോ. അല്ല, എങ്ങനെയൊക്കെ സഹായിക്കാം. ഇപ്പം ഒരാളെ ഒരു ഉദാഹരണം, റാന്നി എന്ന് പറയുന്ന മണ്ഡലം BDJS മത്സരിക്കുന്ന മണ്ഡലം. ഈ റാന്നി മണ്ഡലത്തില് കഴിഞ്ഞ തവണ നിന്നത് SNDPയുടെ യൂണിയൻ പ്രസിഡന്റാണ്, പത്തനംതിട്ട യൂണിയൻ പ്രസിഡന്റ് പത്മകുമാറാണ്. അവിടെ നല്ലപോലെ വോട്ട് പിടിച്ചു. പക്ഷെ അവിടേക്ക് ആരും കേട്ടിട്ടും കണ്ടിട്ടില്ല. 2020 കൊണ്ട് സ്ഥാനാർത്ഥി അവിടെ കൊണ്ട് ഇട്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഡീല് സംശയിച്ചു. ഇതുപോലെ തന്നെയാണ് കോന്നി BJPയുടെ A ക്ലാസ്. കോന്നിയിൽ പക്ഷേ ഇത്തവണ നല്ല ഫൈറ്റ് നടക്കുന്നതാണ്. കോന്നി BJPയുടെ A ക്ലാസ് ഉണ്ടല്ലോ. സുരേന്ദ്രൻ അവിടെ മത്സരിച്ചിട്ടാണ് അവരുടെ വോട്ട് വിഹിതം 39,000 കൊണ്ടുവന്നത്. 39,000 എന്ന് പറഞ്ഞാൽ ചെറിയ വോട്ട് വിഹിതം അല്ല കോന്നിയെ സംബന്ധിച്ച്. അവിടെയാണ് ഇപ്പോൾ BDJSന് സീറ്റ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചിരിക്കുന്നത്, അവിടെ 3 പേര് ഈഴവരാ മത്സരിക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ നോക്കുന്നത് പാർട്ടിയെ നോക്കും. ഇപ്പൊ ഒരു ഈഴവൻ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ഈഴവനെ നോക്കുമെന്ന് പറയാം. പക്ഷെ ഈ 3 ഈഴവർ മത്സരിക്കുമ്പം പിന്നെ പാർട്ടിയാണ്. ഈ പാർട്ടി നോക്കുമ്പോൾ അങ്ങനെയാണ് ജിനേഷിന് ചാൻസ് ഉണ്ട് എന്ന് പൊതുവെ അതിന് സാധ്യത കുറവാണ്. എന്താണെന്നറിയോ, ജനീഷിനോട് എതിർപ്പുള്ള ഒരു വിഭാഗമുണ്ട്. അതായത് CPM-ന്റെ ജില്ലാ നേതാക്കളടക്കം ജനീഷിനോട് താല്പര്യമില്ലാത്തത്. ജനീഷ് അവിടെ തികച്ചും അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥിയായിട്ട് വന്ന ഒരാളാണ്. അവിടെ മറ്റു പലരും ഇത്തവണത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം CPM നേരിടുന്നത് ഈ അണ്ടർ കട്ടുകൾ.
അവരുടെ പാർട്ടിക്കകത്ത് തന്നെ നടക്കുന്ന, അതായത് ഇത്തവണ പാർട്ടി തോക്കണം എന്ന് വിചാരിക്കുന്ന കുറെ പേരുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട്. അതാണ് ഞാൻ പറഞ്ഞു വന്നേ, ഞങ്ങൾക്ക് ഈ പാർട്ടി നിലനിന്ന് കാണണം, അതിന് ഈ പാർട്ടി തോക്കണം, അതാണ് അവർ പറയുന്നത്. അതിനകത്ത് അവർ ഒരു തെറ്റും, അതായത് ഒരു ക്ലീനിങ്ങിന് ഒരു ഗ്യാപ്പ് വേണം, ഒരു പോസ് വേണം, ഒരു പുനർവിജയം തന്നെ, ഒരു പുനർവിജയം തന്നെ, ഒരു ബ്രേക്ക് വേണം. ആ ബ്രേക്കാണ് അവർ അധികവും പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് പലയിടത്തെയും റിപ്പോർട്ടുകൾ. ഞാൻ ഈ പറഞ്ഞ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ വ്യക്തമായ ഉദാഹരണമാണ്. 3 പേര് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന ഒരു പ്രശ്നമാണ്, വളരെ സ്പെസിഫിക്. പക്ഷേ അവിടെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ BDS ജയസാധ്യത ഇല്ല. കാരണം സുരേന്ദ്രൻ ഉണ്ടാക്കിയ ഒരു വോട്ട് ബാങ്ക് താഴേക്ക് പോകത്തേ ഉള്ളൂ. കഴിഞ്ഞ തവണ അവിടെ സുരേന്ദ്രനെ മത്സരിച്ചേ, അതിന് മുമ്പായിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രനെ മത്സരിച്ചേ. അതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ 2014 വെറും 16,000 വോട്ട് എവിടെ ഉള്ളായിരുന്നു. കഴിഞ്ഞ തവണത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഈ 38-39 വന്നു. കഴിഞ്ഞ തവണ സുരേന്ദ്രൻ വോട്ട് കുറഞ്ഞു ഉപതെരഞ്ഞെടുപ്പ്. ഇപ്പം ഈ ഒരു വ്യത്യാസം വെച്ച് വരുമ്പം നമുക്ക് ഈ ഒരു 50 മണ്ഡലങ്ങളിൽ നടക്കുന്ന ത്രികോണ മത്സരം ഇത് വളരെ പ്രധാനപ്പെട്ടത്. 62-ൽ 34, 78 UDF കിട്ടാൻ പോകുന്ന സ്ഥലങ്ങളിൽ ഒരു 16 സ്ഥലത്ത് നടക്കുന്ന ത്രികോണ മത്സരം, ഇത് നമ്മൾക്ക് നിർണായകമാണ്. ഇത് രണ്ട് മുന്നണിക്കും നിർണായകം. അപ്പോൾ ഈ ഒരു തരംഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മുഴുവൻ അങ്ങ് പോവുകയുള്ളൂ. അതിന് അതായത് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെ ഇരിക്കും. അതെ, അന്നൊരു ശക്തമായ തരംഗം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ സ്റ്റേറ്റ് ഇലക്ഷനിൽ അങ്ങനെ ഒരു സാധനം ഇപ്പോൾ വരാനുള്ള സാധ്യതയില്ല. അതായത് ഇപ്പോൾ റാഷിദൊക്കെ പറഞ്ഞ 110 വരെ പോകാന്നൊക്കെ പറഞ്ഞ ആ ഒരു സാധ്യത ഞാൻ ഒരിക്കലും ഇതിനകത്ത് കാണുന്നില്ല. 90-നടുത്ത് പോകും, എന്തായാലും 85-നപ്പുറം പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. UDF 85-നപ്പുറം പോകാൻ സാധ്യതയില്ല. കാരണം ഇത്തവണ ഈ 50 മണ്ഡലങ്ങളിലെ ശക്തമായ ത്രികോണ മത്സരം അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളതേ നമുക്ക് കണക്കിൽ കൂട്ടാൻ പറ്റുള്ളൂ. ഈ 50 മണ്ഡലങ്ങളിൽ എങ്ങനെയും മറിഞ്ഞു പോകാവുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് 90 മണ്ഡലങ്ങളിലാണ് അല്ലാതെ ഏകാധിപത്യത്തിൽ 50 മണ്ഡലങ്ങൾ വിധി നിർണ്ണയിക്കും. അതാണ് ഈ 80-നപ്പുറം പോവോ 85-നപ്പുറം പോവോ എന്നൊക്കെ ഉള്ള നിശ്ചയിക്കുന്നത് ഈ 50 മണ്ഡലങ്ങളാണ്. അതുപോലെ തന്നെ CPM ഇത് 50-നും 50 താഴെ ഒതുക്കുമെന്നുള്ളതും ഇവിടെയാണ് നിശ്ചയിക്കുന്നത്. ഈ പറഞ്ഞ 50 ഈ 34-ഉം പിന്നീട് പറഞ്ഞ 16. അതാണ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ UDF തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. കാരണം 78 സീറ്റുകളിലെ അവരുടെ ആ മേൽക്കോയ്മയും അവർക്ക് കിട്ടിയിരിക്കുന്ന ആ പോളിംഗ് പെർസെൻറ്റേജിലെ വർധനവും ന്യൂനപക്ഷങ്ങളുടെ ട്രെൻഡും വെച്ചിട്ട് ഈ 78-ൽ ഒരു 70-ഉം അവർക്ക് പോകാനുള്ള സാധ്യതയാണ് ഞാൻ നോക്കി കാണുന്നത്. അല്ലെങ്കിൽ ഒരു 68 സീറ്റെങ്കിലും, 68 കിട്ടിയാൽ പോലും പിന്നെ 62 സീറ്റ് കിടപ്പുണ്ടെന്നേ. അതിൽ നിന്ന് 10-20 ഇങ്ങോട്ട് വന്നാൽ തന്നെ ഒരു 80-നപ്പുറം പോകാനുള്ള സാധ്യത ഒരു കാരണവശാലും 50 മാക്സിമം പ്രതീക്ഷിക്കാവുന്നത്. അതെ. അപ്പോൾ UDF ഒരു 80-85 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നാണ് വേണുഗോപാൽ സാർ പറയുന്നത്. LDF-ന് 45-50 വരെ പ്രതീക്ഷിച്ചാൽ മതി. കാരണം കൃത്യമായ കണക്കാണ്. SIR-ഉം നഷ്ടമായ വോട്ടുകളും ചെയ്യാതെ പോയ വോട്ടുകളും എല്ലാം ചേർത്തുള്ള ഒരു കണക്കാണ്. എന്തായാലും UDF അധികാരത്തിൽ വരുമെന്നാണ്. ശരി, ഓക്കെ, നമസ്കാരം.